ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്നലത്തേതിന് മുമ്പ് ബയൺ മ്യൂണിക്കിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള അലയൻസ് അരീനയിൽ വെച്ച് നടന്ന എല്ലാ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൻ്റെയും യൂറോപ്യൻ കപ്പ് ഫൈനലിൻ്റെയും ഒടുവിൽ വിജയിക്കുന്നവരെ അവരുടെ ചരിത്രത്തിലെ കന്നിക്കിരീടം ഉയർത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതേ ചരിത്രം തന്നെ ഇന്നലെയും ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്റർ മിലാനും PSG തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ PSG അവരുടെ കന്നിക്കിരീടം ആകാശത്തേക്ക് ഉയർത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, 1954 ഫ്രഞ്ച് പത്രമായിട്ടുള്ള ലെക്കീപ്പിൻ്റെ ഓഫീസിലിരുന്നുകൊണ്ട് ഇങ്ങനൊരു കോമ്പറ്റീഷൻ, ഒരു യൂറോപ്യൻ കപ്പ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അത് പിന്നീട് പ്രാബല്യത്തിൽ വരുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫൈനലൊക്കെ നടന്നിരുന്നത് പാരീസിലാണ്. പക്ഷേ ഒരു ഫ്രഞ്ച് ടീമിന് ഈ ഒരു ടൈറ്റിൽ അടിക്കാനായിട്ട് കുറേ നാൾ കാത്തിരിക്കേണ്ടി വന്നു. 1993 മാർസയാണ് ആ രീതിയിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് ഇടം ഉയർത്തിയ ആദ്യത്തെ ഫ്രഞ്ച് ക്ലബ്ബായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മറ്റാർക്കും അത് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ വീണ്ടും നിറയെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം PSG ഇപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. ലൂച്ചോ എന്ന വിളിപ്പേരുള്ള ലൂയിസ് എൻറിക്കെ എന്ന് പറയുന്ന സ്പാനിഷ് മാനേജറിൻ്റെ നേതൃത്വത്തിലാണ് അവർ ഈ നേട്ടം കൈവരിച്ചുള്ളത്. ഇതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് തന്നെയാണ്. ആ ഫൈനലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനലിൻ്റെ ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ആ ഒരു 10, 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായില്ല. കാരണം വെച്ചാൽ അതോട് കൂടിയിട്ട് ഇന്റർ മിലാനെ സംബന്ധിച്ചോളം പിന്നെ ഒരു ഉത്തരവില്ലാതെയാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർ മിലാനിൽ നിന്ന്. അതെൻ്റെ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർ ശരിയാണ്, ഒരു ഏജിങ് സ്ക്വാഡാണ്. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു സൈഡ് 36 അല്ലെങ്കിൽ അതിലധികമോ വയസ്സുള്ള 3 പേരെങ്കിലും അവരുടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സോമർ ആണെങ്കിലും അച്ചെർബി ആണെങ്കിലും മെക്കറ്റാരിൻ ആണെങ്കിലും ആ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ആദ്യമായിട്ട് സംഭവിച്ചൊരു സംഭവമാണ്. പക്ഷേ സ്റ്റിൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്തുകൊണ്ട് അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവർ പൊസിഷൻ കൺട്രോൾ ചെയ്യില്ല എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷ സംഭവം തന്നെയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള ഫൈറ്റും നമുക്ക് ഇന്റർ മിലാൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചില്ല. ഒരു ദയാദാക്ഷിണ്യമില്ലാതെയാണ് PSG കളിച്ചിട്ടുണ്ടായിരുന്നത്. ആകെ ഒരിത്തിരി കനിവ് തോന്നിയത് ഹക്കീമിക്ക് മാത്രമാണ്. ആൾ ഇന്റർ മിലാൻ്റെ ജേഴ്സി ധരിച്ച് കളിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ആ ഓപ്പണിംഗ് ഗോൾ അടിച്ചതിന് ശേഷം ഹക്കീമി സെലിബ്രേറ്റ് ചെയ്തില്ല. ആ ഒരൊറ്റ മേഴ്സി മാത്രമേ PSG ആ ഗ്രൗണ്ടിൽ ഇന്ററിനോട് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വല്ലാത്തൊരു ഹ്യൂമിലിയേഷനാണ്, വല്ലാത്തൊരു ഡെമോളിഷൻ ആക്റ്റാണ് നമുക്ക് ലൂച്ചോയുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ആ യങ് വൈബ്രൻറ്റ് ഗ്രൂപ്പ് ഇന്റർ മിലാനെ അങ്ങോട്ട് പരിപ്പിളക്കി കളയുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് യൂറോപ്യൻ കപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഫീറ്റാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. 5-0 എന്നുള്ള സ്കോർ ലൈനാണ് പരാജയപ്പെടുത്തിയുള്ള 5 ഗോളിൻ്റെ മാർജിനിൽ ഇന്നേ വരെ ഒരു ടീമും ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ യൂറോപ്യൻ കപ്പിൻ്റെ ചരിത്രത്തിൽ ജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. 4 ഗോളിൻ്റെ മാർജിനിൽ 4 തവണ പല ടീമുകൾ വിജയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 1960 റയൽ മാഡ്രിഡ് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെ പരാജയപ്പെടുത്തി 7-3 എന്നുള്ള സ്കോർ ലൈനാണ്. അന്ന് റയൽ മാഡ്രിഡിന് 7 ഗോളുകൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും മാർജിൻ 4 ഗോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് 3 ഗോളെങ്കിലും വന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിലാൻ, AC മിലാൻ, ഇന്റർ മിലാൻ്റെ ബദ്ധവരികളായിട്ടുള്ള AC മിലാൻ, യൂറോപ്യൻ ജയൻസാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്നത്. അവർ 2 തവണ 4-0 എന്നുള്ള സ്കോർ ലൈന് വിജയിച്ചിട്ടുണ്ട്. ഒന്ന് റൊമാനിയൻ സൈഡിലുള്ള സ്റ്റാവ ബുക്കാറസ്റ്റിനെതിരെ, മറ്റൊന്ന് ബാഴ്സലോണയ്ക്കെതിരെ 4-0 എന്നുള്ള സ്കോർ ലൈനെ. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ബയൺ മ്യൂണിക്ക് റീപ്ലേയിൽ 4-0 എന്നുള്ള സ്കോർ ലൈന് പരാജയപ്പെടുത്തി. അന്ന് റീപ്ലേയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്തായാലും ഇതാദ്യമായിട്ടാണ്, അതായത് ഒരുപാട് നാൾ കാത്തിരുന്നു, ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തു, പല രീതിയിലുള്ള ഗലാക്റ്റിക്കോസിനെയും പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഇവരുടെ പ്രൊജക്റ്റിലെ ആദ്യത്തെ ഒരു സൈനിങ് ഹാവിയർ പസ്തോറെ ആയിരുന്നു, അർജൻറ്റീനക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ ആ ട്രോഫി കൊണ്ടുവരാൻ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹാവിയർ പസ്തോറെ അന്ന് കൊണ്ടുവരുമ്പോൾ എന്താണ് PSG വിചാരിച്ചിട്ടായിരുന്നു നമുക്ക് പുതിയൊരു മെസ്സിയെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഒടുവിൽ അവർ മെസ്സിയും കൊണ്ടു നോക്കി, നെയ്മറിനെ കൊണ്ടു നോക്കി, മെസ്സിയും നെയ്മറും എംബാപ്പയും കൂടി ഒരുമിച്ച് കളിച്ചു നോക്കി. വേറെയും കുറേ താരങ്ങൾ വന്നു, ഇബ്ര വന്നു, കവാനി വന്നു, ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല. പക്ഷേ അവർക്കാർക്കും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് PSG നയിക്കാൻ സാധിച്ചില്ല. പല ക്ലാസ് മാനേജർമാരോട് വന്നു, വിന്നർമാരോട് വന്നു, അവർക്കാർക്കും പരിപാടി നേടിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ലൂച്ചോക്ക് സാധിച്ചിരിക്കുകയാണ്. തോമസ് ടുക്കേലിന് ഫൈനൽ വരെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, റാഷ്ഫോർഡിൻ്റെ ആ ഒരു കില്ലർ ബ്ലോ നമ്മൾ കണ്ടുള്ളതാണല്ലേ PSG-ക്കെതിരെ, ഒലയുടെ ടീമിൻ്റെ കംബാക്ക്. അതേപോലെ തന്നെ ബാഴ്സലോണയുടെ റെമോൺടാഡ, എമറി ആയിരുന്നു അന്ന് മാനേജറായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ബ്രേക്കിംഗ് സംഭവമാണ്. റയൽ മാഡ്രിഡിനെതിരെ ബെൻസീമയുടെ ഹാട്രിക്കും കാര്യങ്ങളും ആ രീതിയിൽ അവർ ചോക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടു. പല സാഹചര്യങ്ങളിൽ PSG ചോക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. ഒടുവിൽ അവർ പ്ലാൻ മാറ്റി, ലൂച്ചോയെ കൊണ്ടുവരുന്നു. എന്നിട്ട് ലൂയിസ് ക്യാമ്പസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ സ്ക്വാഡ് റീബിൽഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു.
കഴിഞ്ഞ സീസണിൽ അവിടെ എംബാപ്പെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം ഈ സൈഡിൽ ലൂച്ചോ കൊണ്ടുവന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൾച്ചറൽ ചേഞ്ചാണ്. എന്താണ് ആ കൾച്ചറൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളാകുമ്പോൾ അവർക്ക് ട്രാക്ക് ബാക്കിംഗ് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അവരുടെ ആ ട്രാക്ക് ബാക്കിംഗ് പരിപാടി കൂടി വേറെ ആൾക്കാർ ചെയ്യേണ്ട രീതിയിൽ അവരെ എന്താണ് പറയുക പ്രോപ്പർ ടീമായിട്ട് പ്രവർത്തിക്കാത്ത പല സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട്. ലൂച്ചോ ആ കൾച്ചർ അങ്ങോട്ട് മാറ്റി ഒരു ടീമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ആ രീതിയിലുള്ളൊരു ടീമാക്കി മാറ്റിയെടുത്തത് മാത്രമല്ല അവർക്ക് ഫ്രീഡം കൊടുത്തു. കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് ലൂച്ചോയുടെ ഫാമിലി. അപ്പോൾ എന്തായാലും ആ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് അവരുടെ ഫ്ലെയറും അവരുടെ ഫ്ലാംബോയൻസും അവരുടെ എബിലിറ്റിയും അവരുടെ ടെക്നിക്കൽ എലിഗൻസും ഒക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അതോടൊപ്പം തന്നെ ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പോയി എടുത്തോളണം. അത് ഇനി നിങ്ങൾ വിങ്ങറാണോ സെൻറ്റർ ഫോർവേഡാണോ എന്ന വ്യത്യാസമൊന്നുമില്ല. ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിഫൻസിലേക്ക് വന്നോളണം, ട്രാക്ക് ബാക്ക് ചെയ്തോളണം. ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് അതാണ് ഇപ്പോൾ PSG ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള സംഭവം. പാസഞ്ചേഴ്സ് ഇല്ല, എല്ലാവരും ഡിഫെൻഡ് ചെയ്യും, എല്ലാവരും അറ്റാക്കും ചെയ്യും. ഒന്ന് ആലോചിക്കുക, ഹക്കീമിയുടെയൊക്കെ പൊസിഷനും നോക്കിയൊക്കെ ഹക്കീമിയൊക്കെ ഇൻക്രെഡിബിൾ പെർഫോമൻസാണ് ഈ ഒരു ക്യാമ്പയിനിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. റൈറ്റ് ബാക്കാണ്. ആ റൈറ്റ് ബാക്ക് ഒരു സ്ട്രൈക്കറിനെ പോലെ ഈ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഫ്രീഡം ഉണ്ട്. ആ മൂവ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ മൂവ് സുന്ദരമായിട്ടൊരു മൂവാണ്. 11-12 മിനിറ്റിൽ തന്നെ ആദ്യത്തെ ഗോൾ വന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഗോൾ വരുന്നത്? അതിൽ ഹക്കീമി പിന്നെ ആ ബോൾ വിറ്റീനയൊക്കെ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിൽക്കുന്ന വിറ്റീനയെ കൊടുത്തു. വിറ്റീന ആ ബോൾ വരട്ഷ്കേലിയാണ് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വരട്ഷ്കേലിയെ കൊടുത്തു, ഒന്ന് ഉയർത്തി കൊടുത്തു. വിറ്റീന തന്നെയാണ് ആ മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരട്ഷ്കേലിയ ലെഫ്റ്റിലൂടെ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നു. നമുക്കറിയാം ഇൻക്രെഡിബിൾ പേസ് ഉണ്ട്, ട്രിക്കറി ഉണ്ട്, ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ്, ബോളറാണ്. ഫാബിയൻ റൂയിസ് മിഡ്ഫീൽഡിൽ നിന്ന് ബോക്സിലേക്ക് ഒരു റൺ നടത്തിയിട്ടുണ്ട്. അത് ചങ്ങായി പിക്ക് ചെയ്യുന്നു. ഫാബിയൻ റൂയിസിനെ സംബന്ധിച്ചോളം പിന്നെ അദ്ദേഹം വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിറ്റീനയ്ക്ക് അത് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫരട്ഷ്കേലിയുടെ ആ ഒരു റണ്ണുണ്ട്, ബോക്സിലേക്കുള്ള റണ്ണ്, അതൊരു ഗ്രേറ്റ് റണ്ണായിരുന്നു, ഫാൻറ്റാസ്റ്റിക് റണ്ണായിരുന്നു. ആ ഒരു അവസരത്തിൽ ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരം തുടങ്ങിയ മുതൽ തന്നെ ഡിഫെൻഡ് ചെയ്യാണ്. അവർക്ക് ഈ PSG പ്രസ്സിന് മുമ്പിൽ അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവർ യൂഷ്വലി പ്രസ്സിനൊക്കെ വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് നമ്മൾ സംസാരിച്ചൊരു സംഭവമാണ്. പക്ഷേ ഈ റിലൻലെസ് ആയിട്ടുള്ള PSG പ്രസ്സിങ്ങിന് മുമ്പിൽ ഇന്റർ മിലാൻ പണ്ടാറടങ്ങി പോകുന്നതാണ് നമുക്ക് തുടക്കം മുതൽ കാണാൻ സാധിക്കുന്നത്. കിക്ക് ഓഫിൽ സംഭവിച്ചുള്ള കാര്യം എന്നറിയോ? PSG നേരെ ബോൾ ഇന്റർ മിലാന് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു. കിക്ക് ഓഫിൽ നേരെ ഇന്ററിനോട് ബോൾ നിങ്ങൾ എടുത്തോ, പൊസിഷൻ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് കാണട്ടെ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് കാണട്ടെ എന്നുള്ള രീതിയിലാണ് PSG തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്റർ മിലാൻ. അവർ ആ രീതിയിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നൊരു സൈഡാണ്. പക്ഷേ ഡെംബേലെ, ഉസ്മാനിക്ക, പുള്ളിക്കാരനാണ് ആ ഒരു പ്രസ്സിങ്ങിന് തുടക്കം കുറിക്കുന്നത്. വല്ലാത്ത പ്രസ്സിങ് അങ്ങോട്ട് തുടങ്ങും, അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരും കൂടും. അപ്പോൾ ആ റിലൻലെസ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ഹാർഡ് വർക്കിനും വർക്ക് റേറ്റിനും ആ പ്രസ്സിങ്ങിന് മുമ്പിൽ ഇന്റർ മിലാൻ ബാക്കിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അവർ പൊസഷൻ ഇങ്ങനെ ഗിവ് അവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് സ്ഥിതി. ഈ ഒരു അവസ്ഥയിലൂടെയാണ് അവിടെ കടന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫെൻഡിങ്ങിലും അവരെ സംബന്ധിച്ചോളം അത്ര കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല. മത്സരത്തിൽ തന്നെ ആദ്യത്തെ ഷോട്ട് വരുന്നത് ഡെസിരി ഡുവെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടിച്ചുള്ളൊരു അറ്റംപ്റ്റാണ്. ഡെസിരി ഡുവെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റൈറ്റിലാണ്. അപ്പോൾ ഈ ടീമിൻ്റെ ആ ഫ്രണ്ട് ത്രീയുടെ റൊട്ടേഷൻ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല എന്നുള്ളതാണ്. ഒരു രക്ഷയില്ലാത്ത റൊട്ടേഷനാണ്. റൈറ്റ് സൈഡിൽ ഡുവെ സ്റ്റാർട്ട് ചെയ്തു, ഡെംബേലെ ഫോൾസ് നൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തു, വരട്ഷ്കേലെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവന്മാരെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പലയിടത്തും കാണാൻ സാധിക്കും. വരട്ഷ്കേലിയുടെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞേ പറ്റൂ, അത് വേറെ കാര്യം. അപ്പോൾ ഡെസിരി ഡുവെ റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തവൻ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ടാണ് ആ ഷോട്ട് അൺലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഗോളിലും, ഈ ഫസ്റ്റ് ഗോളിലും ഡെസിരി ഡുവെ ആ ലെഫ്റ്റിലേക്ക് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഡെംബേലെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് ബോക്സിൻ്റെ. അവിടെ ആരൊക്കെയാണ്? അപ്പോഴേക്കും ബോക്സിലേക്ക് നമ്മുടെ ഹക്കീമി ഓടിയെത്തിയിട്ടുണ്ട്. ആ ഫ്രീഡം, ആ ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ആര്? നമ്മുടെ എൻറിക്ക് എന്ന് പറയുന്ന കോച്ച്. അപ്പോൾ അങ്ങനെ ആ ഒരു അവസരത്തിൽ വരട്ഷ്കേലിയ കൂടി ബോക്സിലേക്ക് നീങ്ങിയപ്പോൾ വരട്ഷ്കേലിയ അവിടെ ഉണ്ട്, അതേപോലെ തന്നെ ഹക്കീമി ഉണ്ട്, ഡെംബേലെ ഉണ്ട്, ഡെസിരി ഡുവെ ഉണ്ട്. 4 പേര് ബോക്സിലുണ്ട്. ഇതിൽ ഡിമാർക്കോയെ സംബന്ധിച്ചിടത്തോളം ഡിമാർക്കോ ആകെ ഇടങ്ങറായിട്ടാണ് തുടക്കം മുതൽ ഡെസിരി ഡുവേനെ ആളുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആകെ ഇടങ്ങറായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇന്റർ മിലാൻ്റെ ഡിഫൻഡർമാരൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ബോൾ വിറ്റീനയിലേക്ക് കൊടുത്തപ്പോൾ, ഫാബിയൻ റൂയിസ് വിറ്റീനയിലേക്ക് കൊടുത്തപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ എന്നെ സംബന്ധിച്ചാൽ അച്ചെർബിയും പവാർഡും തമ്മിലുള്ള ഗ്യാപ്പ്, ഇവിടെ 4 പ്ലേയേഴ്സ് ഉണ്ട് ഇന്റർ മിലാൻ്റെ. പക്ഷേ 2 പ്ലേയേഴ്സായിട്ട് ഇങ്ങനെ പിന്നെ വിട്ടു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വലിയ ഗ്യാപ്പുണ്ട്. വിറ്റീനയെ സംബന്ധിച്ചിടത്തോളം എന്താണ് മനോഹരമായിട്ട് പാസ് ടൈറ്റ് സ്പേസിലൂടെ, അല്ലെങ്കിൽ
നാരോ സ്പേസിലൂടെ പിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. അമ്മാതിരി ജീനിയസ് ഓഫ് എ മിഡ്ഫീൽഡറാണ്. അപ്പോൾ ഇമ്മാതിരി രീതിയിൽ ഇങ്ങനെ വലിയ രീതിയിൽ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയണോ, ആൾ പാസ് പിക്ക് ചെയ്യും. പക്ഷേ അവിടേക്കുള്ള ഡെസീരി ഡുവയുടെ റണ്ണും അതിൻ്റെ ഫസ്റ്റ് ടച്ചും പിന്നെ അതിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡും. 19 വയസ്സ് മാത്രമേ പറയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ചൊവ്വാഴ്ച 20 വയസ്സാകും. ഇപ്പോഴും ടീനേജർ തന്നെയാണ്. ആളുടെ അവിടുത്തെ ആ ഒരു മെച്യൂരിറ്റി, ആ കമ്പോഷർ. ചിലരൊക്കെ ചിലപ്പോൾ അവിടുന്ന് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യാൻ തീരുമാനിക്കും. പക്ഷെ അവിടെ അദ്ദേഹം കണ്ടു. അവിടെ ഡെമ്പേല് ആ ബോളിനായിട്ട് ചോദിക്കുന്നുണ്ട്, ഹക്കീമി ചോദിക്കുന്നുണ്ട്. ഹക്കീമിക്ക് അതിങ്ങോട്ട് ഉരുട്ടി കൊടുത്തു. ഹക്കീമി ടാപ്പ് ആൻഡ് ഫിനിഷ് അടിക്കുന്ന നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. പക്ഷേ അവിടെ ഡെസീരി ഡുവയും എല്ലാവരെയും ഓൺ സൈഡൊക്കെ നിർത്താൻ ഡിമാർക്കോക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കയറുന്നപ്പോൾ ഡിമാർക്കോ കയറിയുന്നില്ല. അപ്പോൾ അവിടെ പുവർ ഡിഫെൻഡിങ് ആണ്. യൂഷ്വലി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഇൻസാഗിരി ടീമിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അഗെയിൻ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഹക്കീമിയുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, ആ ഒരു ലൈസൻസ് ടു മൂവ് ഫോർവേഡ്, അതേപോലെ തന്നെ ഈ ഫ്രണ്ട് പ്ലേയേഴ്സിൻ്റെ ആ ഒരു റൊട്ടേഷൻ, ഇതൊക്കെ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മിഡ്ഫീൽഡർമാരുടെ ഇൻവോൾവ്മെൻറ്റ്, ആ ഒരൊറ്റ ഗോൾ തന്നെ നമുക്കെല്ലാം ഈ PSG സെറ്റപ്പിനെ കുറിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ റൊബോട്ടിക് ആയിട്ടുള്ള റിജിഡ് പൊസിഷണൽ ഫുട്ബോളിൽ നിന്ന് ലൂച്ചോ എന്നേ മാറി ചിന്തിച്ചു. ലൂച്ചോയുടെ ടീം മനോഹരമായിട്ടുള്ള ഫുട്ബോളാണ് കളിക്കുന്നത്. ഫ്ലാംബോയൻ ഫുട്ബോൾ. പ്ലേയേഴ്സിന് എന്താ പറയുക, ബിഗ്ഗസ്റ്റ് സ്റ്റേജിലാണ് ഇമാതിരി ഫ്രീഡം ചങ്ങായി കൊടുക്കുന്നത്. ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ മാത്രമല്ല, ഈ ഒരു ഈ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാനും അവർ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ എന്താണ് പീക്കിലിരിക്കുന്ന പ്ലേയേഴ്സുണ്ട്. ഇപ്പോൾ മാർക്കിന്യോസൊക്കെ ഈ പ്രൊജക്റ്റ് തുടക്കം മുതലുള്ള ഒരാളാണ്. ആളുടെ ഗെയിമിൽ കുറേ എറേഴ്സും കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ മികച്ച രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു മാർക്കിന്യോസിൻ്റെ ഗെയിമിൽ. പക്ഷേ ഈ ഒരു ക്യാമ്പയിനിൽ മനോഹരമായിട്ട് ആ പാച്ചോയുടെ ആ ഒരു കൊണ്ടുവരലുണ്ടല്ലോ, പാച്ചോയെ കൊണ്ടുവരാനെടുത്ത ക്യാമ്പസിൻ്റെ തീരുമാനം അത് ബ്രില്യൻ്റാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു ഡിഫൻഡർ മാർക്കിന്യോസിൻ്റെ കൂടെ കളിച്ചുകൂടിയിട്ട് മാർക്കിന്യോസിൻ്റെ ഗെയിമിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ PSG കപ്പിത്താനാണ് ആളാണ്. ആ ടൈറ്റിൽ, ആ കിരീടം ആകാശത്തേക്ക് ആദ്യം ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ ഒരു ഫിറ്റിംഗ് ക്യാമ്പയിൻ തന്നെയാണ് ഈ ബ്രസീലിയൻ താരത്തിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് അദ്ദേഹം പുൾ ഓഫ് ചെയ്തിരിക്കുക. കാരണം വെച്ചാൽ ഇന്റർ മിലാനെ സംബന്ധിച്ചോളം കാര്യമായിട്ട് PSG ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ആകെ 2 സെറ്റ് പീസുകൾ ഇന്ന് ടെസ്റ്റ് ചെയ്തു, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ കളി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പീക്കിലിരിക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ 25-കാരനായിട്ടുള്ള ഡൊണറൂമ ഉണ്ട്. അതുപോലെ വിറ്റീനിക്ക് 25 വയസ്സ് തന്നെയാണുള്ളത്. ഫാബിയൻ റൂയിസിന് 29 വയസ്സുണ്ട്. ഉസ്മാനിക്കയ്ക്ക് 28 വയസ്സുണ്ട്. ഹക്കീമിക്ക് 26 വയസ്സുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ ആ ഒരു പീക്ക് പിന്നെ കരിയർ ഏജിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യങ് ഫുട്ബോളേഴ്സ് ഉണ്ട്. അപ്പോൾ ആ യങ് പ്ലേയേഴ്സിനെ ഇതിലേക്ക് അങ്ങോട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ലൂച്ചോ. അപ്പോൾ ഒരു റൈറ്റ് മിക്സ്ചർ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒബ്വിയസ്ലി അവരുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 24 സംതിങ്ങേ ഉള്ളൂ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ലൂച്ചോ എന്ന് പറയുന്ന വിന്നറാണ് അവരെ നയിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ഓൾറെഡി ട്രിബിൾ അടിച്ച വ്യക്തിയാണ് ബാഴ്സലോണയുടെ കുപ്പായത്തിൽ. ആൾ വീണ്ടും ട്രിബിൾ അടിച്ചിരിക്കുകയാണ്, ട്രിബിൾ അടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞല്ലോ, യങ് ഫുട്ബോളേഴ്സിൻ്റെ കൂടെ തന്നെ നല്ലൊരു സ്പൈൻ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനെ മാക്സിമൈസ് ചെയ്യാൻ ലൂയിസ് എൻറിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇവർ ഈ സ്ക്വാഡിനെ അസംബിൾ ചെയ്യാൻ നല്ല രീതിയിൽ പൈസ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. അതില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ പൈസ ചിലവഴിച്ചിട്ടുണ്ട്. ഈവൻ ദോ ഇവരൊക്കെ യങ് ഫുട്ബോളേഴ്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഡെസീരി ഡുവെ റൺ എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്ന് കൊണ്ടുവരാൻ 50 മില്യൺ യൂറോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. PSG സൈഡിൽ അത് ജസ്റ്റ് ഒരു നോർമൽ സൈനിങ് മാത്രമാണ്. നേരെ മറിച്ച് ഇന്റർ മിലാനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർ മിലാൻ്റെ ഒരൊറ്റ പ്ലെയർക്ക് പോലും, ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള ഒരൊറ്റ പ്ലെയർക്ക് പോലും അമ്മാതിരി ഒരു തുക കൊടുത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഫൈനാൻഷ്യൽ ഗ്യാപ്പ് ഉണ്ട് 2 സൈഡുകളും തമ്മിൽ. വലിയ അന്തരമുണ്ട് 2 സൈഡുകളും തമ്മിൽ. അവിടെ ഇൻസാഗി എന്ന് പറയുന്ന കോച്ചിൻ്റെ ആ ഒരു ബ്രില്യൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ വീണ്ടും ഒരു ഫൈനലിലേക്ക് എത്തിയത്. പക്ഷേ ഫൈനലിൽ അവർക്ക് നാണം കെട്ട് തിരിച്ചു പോകേണ്ടി വന്നു, നാണക്കേട് അനുഭവിക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ ഈ PSG ഈ യങ് സൈഡിൻ്റെ എനർജിയുമായിട്ട് മാച്ച് ചെയ്യാനോ ലൂയിസ് എൻറിക്കയുടെ ടാക്ടിക്സിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനോ ഇൻസാഗിയുടെ ടീമിന് സാധിച്ചില്ല. കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യപ്പെടുന്ന നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ലൂച്ചോയുടെ ടീം ഇന്റർ മിലാനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു എല്ലാ മേഖലയിലും. ഇനി ഇതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറി നമ്മൾ ഇന്നലെ പ്രിവ്യൂവിൽ തന്നെ സംസാരിച്ചുള്ളൊരു കാര്യമാണ്. ലൂയിസ് എൻറിക്കെ 10 വർഷങ്ങൾക്ക് മുമ്പ് 2015 ബാഴ്സലോണയ്ക്ക് ആ ഒരു ട്രിബിൾ നേട്ടം നേടിക്കൊടുത്തുള്ള അവസരത്തിൽ, ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്തുള്ള അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മകളെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, സാന എന്ന് പറയുന്ന മകൾ. 9 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞുമോളെ ക്യാൻസർ കൊണ്ടുപോകുന്ന കണ്ടിട്ടുള്ള ഒരാളാണ് ലൂച്ചോയും കുടുംബവും.
പക്ഷേ ഇതിൽ പോലും പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിച്ചുള്ള ഒരാളാണ് ലൂയിസ് എൻറിക്കെ. ആളെന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര ലക്കി, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര ലക്കിയാണ്, ഞങ്ങളുടെ മോള് ഞങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് 9 വർഷം ജീവിക്കാനായിട്ട് വന്നില്ലേ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം അതിനെ കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ആ ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആയിരക്കണക്കിന് ഓർമ്മകൾ അവളെക്കുറിച്ചുണ്ട് എന്നുള്ളതാണ്, അവളിപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് വളരെ പോസിറ്റീവായിട്ട് ലൂച്ചോ പറയുന്നത്. എന്ത് സുന്ദരമായിട്ടുള്ള വാചകങ്ങളാണ്. അപ്പോൾ അത് എളുപ്പമല്ല ആ രീതിയിൽ ചിന്തിക്കാനും ആ രീതിയിൽ മൂവ് ഓൺ ചെയ്യാനും. മൂവ് ഓൺ ചെയ്തു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ജാന ഉണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരൻ വിശ്വസിക്കുന്നത്. തൻ്റെ മകൾ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് വീണ്ടും മത്സരത്തിന് ശേഷം അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഒരു ട്രോഫി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് മകളെ ഓർമ്മിക്കാനായിട്ട്, ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തേണ്ട കാര്യമൊന്നുമില്ല മകളെ ഓർമ്മിക്കാനായിട്ട്. എൻ്റെ മകൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ജയിക്കുമ്പോൾ മാത്രമല്ല, തോൽക്കുമ്പോഴും തൻ്റെ കൂടെ തൻ്റെ മോളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പ്രിവ്യൂവിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. 2015 ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തിയപ്പോൾ ആ ഗ്രൗണ്ടിൽ മത്സരത്തിന് ശേഷം ലൂയിസ് എൻറിക്കെയും ജാനയും കൂടിയിട്ടുള്ളൊരു ചിത്രമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ലൂയിസ് എൻറിക്കെ കുറച്ച് നാൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഴ്സലോണയുടെ ആ പതാക ചൂടിക്കൊണ്ട് ആ കൊച്ചു പെൺകുട്ടി ലൂയിസ് എൻറിക്കയുടെ കൂടെ നിൽക്കുന്ന ചിത്രം. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ, ആ ഫോട്ടോ എൻ്റെ കൂടെ ഉണ്ട്. ആ രീതിയിലുള്ളൊരു ഫോട്ടോ എനിക്ക് PSG ചാമ്പ്യൻസ് ലീഗ് അടിച്ചു കൊടുത്തിട്ടും എടുക്കണമെന്നുണ്ട്. ശരിയാണ്, ഫിസിക്കലി എൻ്റെ മോൾ ഉണ്ടായിരിക്കില്ല, പക്ഷേ സ്പിരിച്വലി എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് എത്ര സുന്ദരമായിട്ടുള്ള വാചകങ്ങളാണത്. ആളെന്നിട്ട് ആ ടൈറ്റിൽ അടിക്കുകയും ചെയ്തു. എന്നിട്ട് ഇത് PSG അൾട്രാസ്, PSG ആരാധകർ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു അവർ ഈ ടൈറ്റിൽ അടിക്കുന്നുള്ളതും. അവർ ഒരു ജയൻറ്റ് ടിഫോ ആ ഗ്രൗണ്ടിൽ പ്രദർശിപ്പിക്കുക. എന്താണ് അതിലുള്ളത്? ലൂയിസ് എൻറിക്കെയും ജാനയും. അതിൽ തന്നെ ജാനയുടെ ജേഴ്സി PSG ജേഴ്സിയാണ്. അപ്പോൾ എന്താണോ ആൾ കാണാൻ ആഗ്രഹിച്ചത് അതൊരു ടിഫോ പോലെ കാണിച്ചു കൊടുക്കാൻ PSG ആരാധകർക്ക് സാധിച്ചു. സുന്ദരമായിട്ടുള്ള കാര്യമല്ലേ ഇത്? ഫുട്ബോളിൻ്റെ സൗന്ദര്യമല്ലേ ഇത്? ലൂയിസ് എൻറിക്കെ വളരെ ഇമോഷണലായിരുന്നു അത് കണ്ടിട്ട്. പുള്ളിക്കാരൻ അവരോടൊക്കെ നന്ദി പറഞ്ഞു. തന്നെക്കുറിച്ചും തൻ്റെ ഫാമിലിയെക്കുറിച്ചും ഈ ഒരു അവസരത്തിൽ ഓർത്തു പോയതിന് വലിയ നന്ദിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഈ ഒരു കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് PSG മാത്രം അടിച്ചിട്ടുള്ളൊരു കിരീടമല്ല. ഇത് ജാനയ്ക്ക് വേണ്ടി ലൂച്ചോ അടിച്ചിട്ടുള്ളൊരു കിരീടമാണ് എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. ആ രീതിയിലല്ല ലൂച്ചോ അതിനെ കാണുന്നത് എങ്കിൽ പോലും ഒരു ട്രോഫി ഒന്നും അടിക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ജാനയ്ക്ക് കൂടി വേണ്ടി അടിച്ചിട്ടുള്ള ഒരു കിരീടം തന്നെയാണ്. ആൾ മത്സരത്തിന് ശേഷം മോൾക്ക് വേണ്ടിയുള്ള ട്രിബ്യൂട്ട് പോലത്തെ തരത്തിലൊരു ടീഷർട്ടൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് കാണികളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്, ആരാധകരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്താല്ലേ ഒന്നും പറയാനില്ല. അതോടൊപ്പം തന്നെ ആൾ കൂട്ടിച്ചേർത്തുള്ള വാചകങ്ങളുണ്ട്. താൻ PSG കടന്നു വന്ന നിമിഷം മുതൽ തൻ്റെ മുറി ഫ്രഞ്ചുമായിട്ട്, ഇപ്പോൾ പറയുന്നതിനേക്കാൾ മോശം ഫ്രഞ്ചായിരുന്നു അത്ര അദ്ദേഹം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ട്രോഫി ക്യാബിനറ്റ് നമുക്ക് ഫില്ല് ചെയ്യണം. അതിൽ തന്നെ നമ്മൾ വിട്ടു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രോഫി എന്ന് പറഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയാണ്. അത് നമുക്ക് അടിക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ അടിച്ചിരിക്കുകയാണ്. ആൾ വാക്ക് പാലിച്ചിരിക്കുകയാണ്. തൻ്റെ സെക്കൻഡ് ഫുൾ സീസണിൽ PSG ട്രബിൾ നേട്ടം കൊണ്ടെത്തിച്ചു കൊടുത്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ഫ്രഞ്ച് ക്ലബ്ബ് ട്രബിൾ അടിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ഇതൊക്കെ ഒരു മുത്തശ്ശിക്കഥ പോലത്തെ ഒരു സംഭവമാണ്. ശരിയാണ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ട്. ഈ യങ് സൈഡിനെയും ഈ ഒരു സ്റ്റാർട്ടിംഗ് ലെവനെയും ഉണ്ടാക്കിയെടുക്കാനും ആ സ്ക്വാഡിനെ ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് പൈസ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യമായ സംഭവമാണ്. പക്ഷേ ലൂച്ചോക്ക് മുമ്പും കുറേ മാനേജർമാരോട് വന്നില്ലേ, കുറേ പൈസ അവർ സ്പെൻഡ് ചെയ്തില്ലേ, കുറേ സൂപ്പർ സ്റ്റാറുകൾ വന്നില്ലേ. അവർക്കൊന്നും നേടാൻ പറ്റാത്ത കാര്യമാണ് ലൂയിസ് എൻറിക്കെ എന്ന് പറയുന്ന ഈ മഹാനായിട്ടുള്ള മാനേജർ നേടിയെടുത്തുള്ളത്. ചെറിയൊരു കാര്യമൊന്നുമല്ലത്. അപ്പോൾ 2 ഡിഫറെൻറ്റ് ട്രബിളുകൾ 2 ഡിഫറെൻറ്റ് ക്ലബ്ബുകളുമായിട്ട് നേടുന്ന രണ്ടാമത്തെ മാനേജറായിട്ട് മാറിയിരിക്കുകയാണ് ലൂയിസ് എൻറിക്കെ. അതുപോലെ തന്നെ 2 ഡിഫറെൻറ്റ് ക്ലബ്ബുകളുടെ കൂടെ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്ന 6ാമത്തെ മാനേജറായിട്ട് മാറിയിരിക്കുകയാണ് ലൂയിസ് എൻറിക്കെ. ഇതിനു മുമ്പ് അത് ചെയ്തിട്ടുള്ളത് പെപ്പ് ഗാർഡിയോളയാണ്. ബാഴ്സലോണയുടെ കുപ്പായത്തിലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുപ്പായത്തിലും. ലൂയിസ് എൻറിക്കെ ബാഴ്സലോണയുടെ കുപ്പായത്തിലും അതേപോലെ തന്നെ PSG കുപ്പായത്തിലും. ഇതിൽ തന്നെ ഈ PSG ഒരു നേട്ടം അതൊരു ഇൻക്രെഡിബിൾ നേട്ടം തന്നെയാണ്. ഫസ്റ്റ് ടൈറ്റിൽ. അതേപോലെ തന്നെയാണ് പെപ്പ് സിറ്റിക്കും നേടിക്കൊടുത്തതാണ്. പക്ഷേ പെപ്പിന് കുറേ പണിയെടുക്കേണ്ടി വന്നു. ഇവിടെ ലൂയിസ് എൻറിക്കെ തൻ്റെ 2ാമത്തെ ഫുൾ സീസണിൽ തന്നെ ആ പരിപാടി ചെയ്തിരിക്കുകയാണ്. വാവ്, എന്താ അല്ലേ? PSG സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീഗിലൊക്കെ മാസീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. 2 മാസം മുമ്പ് തന്നെ അവരുടെ ടൈറ്റിലും പരിപാടിയൊക്കെ തീരും.
അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. കാരണം അവർക്ക് കംപ്ലീറ്റ്ലി ഇവിടെ ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊന്നല്ലല്ലോ പ്രീമിയർ ലീഗിൽ മാനേജ് ചെയ്യുന്ന ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസാഗിയെ സംബന്ധിച്ചിടത്തോളം അവസാന ദിവസം വരെ ടൈറ്റിലിന് വേണ്ടി പോരാടേണ്ട സാഹചര്യം ഉണ്ടായി. ഇൻസാഗിയുടെ കാര്യം ഒന്ന് ആലോചിച്ചൊക്കെ, ട്രിപ്പിൾ സ്വപ്നം അവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്തായി, അവസാനം ഒരു ദുരന്തം സീസണായിട്ട് മാറി. ഒരൊറ്റ ട്രോഫി പോലും അടിക്കാൻ പറ്റാത്തൊരു സീസണായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇൻസാഗിക്ക് ഈ ടീമിനെ പുഷ് ചെയ്യാൻ സാധിക്കുമോ? പക്ഷേ ഒരൊറ്റ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്, അതായത് ആ സ്ക്വാഡിൽ റീബിൽഡിങ് ആവശ്യമാണ്. കാരണം ഒരുപാട് വയസ്സന്മാർ അവിടെയുണ്ട്, ഏജിങ് സ്റ്റാർസ് അവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ മാറ്റണം, അവിടെ റീബിൽഡ് ചെയ്യണം. അതിന് ഇൻസാഗി അവിടെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ മത്സരത്തിന് ശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അൽ ഹിലാൽ വലിയൊരു ഓഫറുമായിട്ട് അദ്ദേഹത്തിന് മുമ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്ത് തീരുമാനിക്കും ഇൻസാഗി എന്നുള്ളതാണ്. ഓൾറെഡി 2 സൈനിങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ കൂടുതൽ സൈനിങ്ങൾ വേണം എന്നുള്ളതും ഇൻസാഗി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു ജേണിയെക്കുറിച്ചൊക്കെ വലിയ വാദവരാതെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഹ്യൂമിലിയേഷനാണ് ഫൈനൽ നേരിട്ടുള്ളത്. അത് അദ്ദേഹം തന്നെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. കാരണം ഹ്യൂമിലിയേഷൻ തന്നെയാണ്. മിനിറ്റ് 1 മുതൽ അവർക്ക് ഒരു തരത്തിലും ഒരു ഗ്രിപ്പും ഈ മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല PSG എന്നുള്ളതാണ്. ലൂച്ചോയുടെ ടീം ഹംഗ്രി ആയിരുന്നു. അവർ രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു. ടീഷർട്ടൊക്കെ ധരിച്ചിട്ടാണ് ലൂച്ചോടെ നിൽക്കുന്നുണ്ടായിരുന്നത്. സൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇൻസാഗി നിൽക്കുന്നുണ്ടായിരുന്നത്. അവസാനം സൂട്ടും കാര്യങ്ങളൊക്കെ വലിച്ച് പറിച്ച് എറിഞ്ഞ് നിൽക്കുന്ന ഇൻസാഗി നമുക്ക് കാണാൻ സാധിച്ചു. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇൻസാഗി നമുക്ക് കാണാൻ സാധിച്ചു. ലൂച്ചോ കാമായിരുന്നു, പക്ഷേ ഓരോ ഗോളും അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ നിമിഷം വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസാഗിയുടെ ടീം ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ 2 വർഷം മുമ്പാണ് അവർ ആ ഫൈനൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റൊരു ഹാർട്ട് ബ്രേക്ക് കൂടി അവർക്ക് നേരിടേണ്ടി വന്നു. ഇത് ലൂച്ചോയുടെ ദിവസമായിരുന്നു, ഷാനയുടെ ദിവസമായിരുന്നു, PSG ദിവസമായിരുന്നു. അത് മാറ്റാൻ, അല്ലെങ്കിൽ അതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇൻസാഗിയുടെ ഇൻ്റർവ്യൂവിന് സാധിച്ചില്ല. അപ്പോൾ അവിടെ അത്തരത്തിൽ ഇമോഷണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എന്താ അല്ലേ. ഇനി ഈ പറഞ്ഞ പോലെ ടാക്റ്റിക്കലി കുറേ സംഭവങ്ങളുണ്ട്. ഇൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ തോറ്റ് കഴിഞ്ഞിരുന്നു. ആ 2ാമത്തെ ഗോൾ വീണതോട് കൂടിയിട്ട് അവർ തോൽവി അംഗീകരിച്ച പോലെയാണ് അവർ പിന്നെ കളിക്കുന്നുണ്ടായിരുന്നത്. കാരണം അവർ തല താഴ്ത്തി, അവർക്ക് പിന്നെ ഉയർത്തിയെഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇൻസാഗി കുറേ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബോൾ കിട്ടുന്നില്ല. കിട്ടുമ്പോൾ തന്നെ ഇവന്മാരുടെ പ്രസ്സിങ്ങിന് മുമ്പിൽ അവർ ഇടങ്ങറാകുന്നു, ബോൾ നഷ്ടപ്പെടുന്നു. അത് യൂഷ്വലി ലോങ് ബോളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ഏരിയൽ ഡ്യൂലൊക്കെ വിൻ ചെയ്യാൻ സാധിക്കാറുണ്ട്. സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ സാധിക്കാറുണ്ട് ഇന്റർ മിലാന്. ഇത് സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് ഏരിയൽ ഡ്യൂവലിലും കാര്യമായിട്ട് അങ്ങോട്ട് മേൽക്കോയ്മ കാണിക്കാൻ സാധിക്കുന്നില്ല. സ്ട്രൈക്കർമാരായിട്ടുള്ള ലൗതറോ മാർട്ടിൻസ് ആണെങ്കിലും തുറാം ആണെങ്കിലും ഐസൊലേറ്റഡ് ഫിഗേഴ്സായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ആ മിഡ്ഫീൽഡിൽ വിറ്റീനയും ജോനവസും അതേപോലെ തന്നെ ഫാബിയൻ റൂയിസും അങ്ങോട്ട് പൂണ്ട് വിളയാടുകയാണ്. കരിയറിൻ്റെ അവസാന സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മെക്കറ്റാരിയനും ബരേലയും ചലനോലും ഇടങ്ങറായിപ്പോയി. ബരേല യങ് എനർജിക് ആയിട്ടുള്ള പ്ലെയറാണ്, പക്ഷേ നട്ടപ്പടിയാവുന്നില്ല. വിറ്റീനിയ ആ 6 റോളിൽ കാര്യങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്യാണ്. ആ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്യുന്നു, എന്നിട്ട് ബോൾ സർക്കുലേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വിഷൻ ഫാൻറ്റാസ്റ്റിക് ആണ്. അദ്ദേഹത്തിൻ്റെ ടെമ്പോയിൽ കാര്യങ്ങളിങ്ങനെ കളിക്കുകയാണ്. പക്ഷേ വേർട്ടിക്കൽ പാസ്സാണ് കൊടുക്കുന്നത്, സൈഡ് വേസ് പാസ്സുകളൊന്നുമല്ല. വേർട്ടിക്കൽ പാസ്, മുമ്പോട്ടേക്ക് പോകുന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെയാണ് PSG കളിക്കുന്നത്. നേരെ വിങ്ങർമാരിലേക്ക് എങ്ങനെ ബോൾ എത്തിക്കാൻ പറ്റും, നേരെ ആ ഒരു ഫോർസ് 9 കളിക്കുന്ന ഡെംബേലിലേക്ക് എങ്ങനെ പെട്ടെന്ന് ബോൾ എത്തിക്കാൻ സാധിക്കും, ആ രീതിയിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യാം, എങ്ങനെ ഇന്റർ മിലാനെ തകർത്ത് കളയാം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് PSG കളിക്കുന്നത്. അല്ലാണ്ട് സൈഡ് വേസ് പാസോ വെറുതെ പൊസിഷൻ പിടിച്ചിട്ട് പൊസിഷൻ സ്റ്റാറ്റ്സ് വർദ്ധിപ്പിക്കാനുള്ള പരിപാടി ഒന്നല്ല. പണ്ട് ലൂച്ചോയുടെ ടീം ആ രീതിയിൽ 1000 പാസുകൾ 0 ഗോൾ എന്നുള്ള രീതിയിലൊക്കെ കളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്പാനിഷ് സൈഡൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ ലൂച്ചോ മാറി ചിന്തിക്കുകയാണ്. ലൂച്ചോ ആ ഒരു ഡയറക്റ്റ് ഫുട്ബോൾ ഈ ടീമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ കൗണ്ടർ അറ്റാക്കിംഗ് ഒന്ന് നോക്കിയേ. അതായത് ഈ ഒരു ക്യാമ്പയിനിൽ ബ്രേക്കിൽ നിന്ന് ഗോളുകൾ PSG അടിച്ച അത്ര ആരും അടിച്ചിട്ടില്ല. ഈ ഒരു ക്യാമ്പയിനിൽ 6 ഗോളുകളാണ് അവർ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ പ്യുവർ ഡയറക്റ്റ്നെസ്സിലൂടെ അവരടിച്ച് കയറ്റിയിട്ടുള്ളത്, 6 ഗോളുകൾ. അതോടൊപ്പം തന്നെ മറ്റൊരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റ് ഉണ്ട്. എന്താണെന്നറിയോ, ഈ ഒരു ക്യാമ്പയിനിൽ ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലും ഫൈനലിലും 20 മിനിറ്റ് ആയപ്പോൾ തന്നെ 2 ഗോളുകൾ PSG അടിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിൽ 9 ഗോളുകളാണ് അവർ ആദ്യത്തെ 20 മിനിറ്റിൽ അടിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ആ ഗ്രൂപ്പ് സ്റ്റേജിൽ നന്നായി ഇടങ്ങറാകുമായിരുന്നു അല്ലേ. അവർ ഓൾമോസ്റ്റ് പുറത്താകും എന്നുള്ള തരത്തിലുള്ള സാധ്യതകൾ പോലും നിലനിൽക്കുന്നുണ്ടായിരുന്നു. PSG സിറ്റിക്കെതിരെയുള്ള ആ ഒരു മത്സരം 2-0 പുറകിൽ നിന്നതിന് ശേഷമുള്ള അവരുടെ ആ ഒരു കംബാക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചിട്ടുള്ള ആ ഒരു മൊമെൻ്റ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ ടീമിൻ്റെ എല്ലാ സംഭവങ്ങളും മാറ്റിമറിച്ചു. സിറ്റിക്കെതിരെയുള്ള ആ ഒരു വിജയം, ആ ഒരു കംബാക്ക് വിജയം. അതിനുശേഷം പിന്നെ
അവരുടെ പ്ലേ ഓഫ് മത്സരത്തിലെ ആ ഒരു ഡോമിനൻസ്, പിന്നെ ലിവർപൂളിനെതിരെയുള്ള ഒരു വിജയം, അതിൽ അവർ ആ റെസിലിയൻസും കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. ഡോണറൂമ ഫാന്റാസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, വിങ്ങർമാർ കിടലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഡെംബൂസ് നല്ല രീതിയിൽ സ്റ്റെപ്പപ്പ് ചെയ്യുന്നു, ബിഗ് സ്റ്റേജിൽ ഡെംബേലെ സ്റ്റെപ്പപ്പ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ അവർ ഒന്നിടക്ക് വെച്ച് പതറി എന്ന് കരുതിയതിലും അവർ കടന്നുകൂടി നമുക്ക് കാണാൻ സാധിച്ചു. ആ റെസിലിയൻസ്, ആ ഗ്രിറ്റ് അവർ കാഴ്ചവെക്കുന്നത്. പക്ഷേ ആ മത്സരത്തിലും അവർ തുടക്കത്തിൽ തന്നെ ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ സെമി ഫൈനലിലും അവർ ആഴ്സണലിനെതിരെയും അവരുടെ ആ ഒരു വെർസറ്റാലിറ്റി കാഴ്ചവെച്ചിരിക്കുകയാണ്. അതായത് മെച്യൂരിറ്റി ഉണ്ട് ഈ ഒരു യങ് സൈഡിൽ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതിൻ്റെയൊക്കെ കാരണക്കാരൻ മറ്റാരുമല്ല, ലൂയിസ് എൻറിക്കെയാണ്. ഇതോടൊപ്പം ശരിയായാലും MVP കൂടി ആയിട്ടുണ്ടായിരുന്ന വരട്സ്കേലിയെ ജാനുവരിയിൽ കൊണ്ടുവരാനടുത്തുള്ള ആ ഒരു തീരുമാനം, അതൊരു ഫാന്റാസ്റ്റിക് തീരുമാനം തന്നെയാണ്. കൊലമുവാനെ പറഞ്ഞേക്കുന്നു, വർക്കാകാത്ത സൈനികളെ മാറ്റാനും ആ രീതിയിൽ പുതിയ ടോയിനെ കൊണ്ടുവരാനും ഈ PSG സാധിക്കും, അത് വേറെ കാര്യം. പക്ഷേ ആ ഒരു വരട്സ്കേലിയുടെ സൈനിങ് ഒരു ഗെയിം ചേഞ്ചർ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ചങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ. അത് ലെഫ്റ്റ് വിങ്ങിലാണെങ്കിലും റൈറ്റ് വിങ്ങിലാണെങ്കിലും ഒരു രക്ഷയില്ലാതെ കളിക്കും. പിന്നെ ഡിഫൻസിൽ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഈ കൾച്ചറൽ ചേഞ്ചിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എംബാപ്പെ അവിടെ കളിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ സീസണിൽ ഒരു വീഡിയോ നമുക്കെല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രാക്ക് ബാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആ ഒരു ക്ലാസ് ലൂയിസ് എൻറിക്കെ ചങ്ങായിക്ക് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ എംബാപ്പെ കളിച്ചിരുന്ന ആ ഒരു പൊസിഷനിലാണ് വരട്സ്കേലിയ ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. വരട്സ്കേലിയ മത്സരത്തിൻ്റെ 78ാമത്തെ മിനിറ്റിൽ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ട്. ഓൾറെഡി 4-0 PSG മുന്നിൽ നിൽക്കുകയാണ്. വരട്സ്കേലിയ ഓൾറെഡി ഗോളും അടിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മാതിരി ട്രാക്ക് ബാക്കിങ്, അതാണ് ഈ ടീമിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. വേറൊരു മൊമെൻ്റ് ഉണ്ട്. ബിസേക്ക് എന്ന് പറയുന്ന ഡിഫൻഡർ സെക്കൻഡ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ആ ബോളുമായിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുന്നത് ആരാ? വരട്സ്കേലിയാണ്. വരട്സ്കേലിയും എവിടെ നിന്നാണോ ബിസേക്ക് തുടങ്ങിയത് അതിൻ്റെ കൂടെ അങ്ങോട്ട് ഓടിപ്പോയി. അവിടെ ആ മൂവിൽ ബിസേക്കിന് ഇഞ്ചുറി പറ്റി. പക്ഷേ അമ്മാതിരി ട്രാക്ക് ബാക്കിംഗ് ആണ്. ഇതൊക്കെ ഇമ്മാതിരി എഫേർട്സ് ഇതൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണ് ഒരു ടീം പരാജയപ്പെടുക? അതായത് നിങ്ങളുടെ ഏറ്റവും പ്ലെയർ ഇമ്മാതിരി വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും എക്സ്ട്രാ എനർജി കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. അവരും ഡബിൾ എഫേർട്ട് ഇടും. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് തന്നെയാണ്, ആ കൾച്ചറൽ ഷിഫ്റ്റാണ് ഈ ടീമിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയുടെ ഐഡൽ CR7 ആണ്. പക്ഷേ ഇമ്മാതിരി ട്രാക്ക് ബാക്കിംഗ് ഒക്കെ എവിടെ നിന്നാണാവോ ചങ്ങായിയുടെ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ലൂയിസ് എൻറിക്കെ എന്ന് പറയുന്ന ചങ്ങായിക്കിനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഡെംബേലെ ഒരു ആനിമലിനെ പോലെ പ്രസ് ചെയ്യുന്നു. ഡെംബേലെയൊന്നും ആ രീതിയിൽ പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരാളായിരുന്നില്ല. മാത്രമല്ല ആഴ്സണലിനെതിരെയുള്ള മത്സരത്തിൽ, ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ഡെംബൂസിനെ ചങ്ങായി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അത് ഡിസിപ്ലിനറി പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചങ്ങായി ടീമിൽ തന്നെ മാറ്റിയത്. പിന്നെ ഡെംബൂസിനെ ഉസ്മാനിക്ക് ആ ഒരു ഫോൾസ് നൈൻ ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റുന്നു, ഡിസിപ്ലിൻ കൂടി പഠിപ്പിക്കുന്നു, ടീമിന് വേണ്ടി വർക്ക് അങ്ങോട്ട് ചങ്ങായി പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ബാലൻഡിയോർ കാൻഡിഡേറ്റ് ആണ്, ബാലൻഡിയോർ ഫേവറേറ്റ് ആണ്. അമ്മാതിരി പെർഫോമൻസാണ് ചങ്ങായി ഈ സീസണിൽ കാഴ്ചവെച്ചുള്ളത്. പ്രത്യേകിച്ച് ഈ 2025 വർഷം തുടങ്ങിയതെന്നുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസാണ്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് റേറ്റും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്സിങ് മെൻറ്റാലിറ്റിയും എല്ലാം മാറി. ലൂച്ചോ തന്നെയാണ് ഹീറോ. ഇപ്പോൾ ഡെംബേലയുടെ ചില നമ്പേഴ്സ് നോക്കേണ്ടതിന് 54 മത്സരങ്ങളിൽ 35 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ്. അതായത് 48 ഗോൾസ് ആൻഡ് അസിസ്റ്റ്. ഇത് തന്നെ ലീഗൻ ഗോൾഡൻ ബൂട്ട്, ഫ്രഞ്ച് ലീഗിലെ ഗോൾഡൻ ബൂട്ട് അവാർഡുണ്ട്, ലീഗൻ കിരീടമുണ്ട്, ഫ്രഞ്ച് കപ്പ് നേടാൻ സാധിച്ചു, ഫ്രഞ്ച് സൂപ്പർ കപ്പ് നേടാൻ സാധിച്ചു, ചാമ്പ്യൻസ് ലീഗ് നേടാൻ സാധിച്ചു. ഇനി നാഷൻസ് ലീഗിലും ഫ്രാൻസിൻ്റെ കൂടെ കളിക്കണം. അതേപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പും കളിക്കാനുണ്ട്. അപ്പോൾ നിലവിൽ ബാലൻഡിയോർ ഫേവറേറ്റ് ആയിട്ട് ഉസ്മാനിക്ക് തന്നെ നമുക്ക് കാണേണ്ടി വരും. വിറ്റീനിയയുടെ മിഡ്ഫീൽഡിലെ പ്രകടനം അസാധ്യ പെർഫോമൻസ്. ജോവനോസ് എല്ലാം ചെയ്യും. ഒരു ലിറ്റിൽ ഡൈനാമൈറ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചെയ്യും. പാസ് ചെയ്യും, ഇൻ്റർസെപ്റ്റ് ചെയ്യും, ഡിഫെൻഡ് ചെയ്യും, വിറ്റീനിയ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും. ഈവൻ വിറ്റീനിയും ഇൻ്റർസെപ്റ്റും പരിപാടികളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് പ്രസ് റെസിസ്റ്റൻസും അദ്ദേഹത്തിന് കാഴ്ചവെക്കേണ്ട കാര്യം ഉണ്ടായില്ല. ആ രീതിയിൽ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയർ കൂടിയാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇൻ്റർവ്യൂ കാര്യമായിട്ട് പ്രസ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രസ് റെസിസ്റ്റൻസ് ഒന്നും കാഴ്ചവെക്കേണ്ടി വന്നില്ല. ഡിഫൻസിൽ നിന്ന് ബോൾ എടുക്കുക, അതിന് സർക്കുലേറ്റ് ചെയ്യുക, അത് മനോഹരമായിട്ട് ചെയ്യുക, പാസ് കംപ്ലീഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ പാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾ വിറ്റീനിയാണ്. പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡിൽ വിറ്റീനിയും ജോനോസും ഉണ്ട്. അതൊക്കെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ ബോബി മാർട്ടിൻസിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബോബി മാർട്ടിൻസിൻ്റെ കയ്യിലാണ് ഇവന്മാരൊക്കെ കിട്ടിയിട്ടുള്ളത്. ലൂച്ചോയുടെ കയ്യിൽ കിട്ടുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അതാണ് ഒരു മാനേജർക്ക് എങ്ങനെയാണ് പ്ലേയേഴ്സിൻ്റെ ബെസ്റ്റ് എടുക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലൂയിസ് എൻറിക്കെ എന്ന് പറഞ്ഞ മാനേജർ.
അപ്പോൾ വിറ്റീനിയയുടെ ഈ ഒരു ക്യാമ്പയിനിലുള്ള പാസുകളുടെ കംപ്ലീറ്റഡ് എണ്ണം എന്ന് പറഞ്ഞാൽ 1294. ഒരു 6 പാസുകൾ കൂടി അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഷാവിയുടെ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചേനെ. പക്ഷേ ഇവിടെ കൂടുതൽ മത്സരങ്ങൾ കൂടി വിറ്റീനിയ കളിച്ചിരുന്നുള്ള കാര്യം ഓർക്കണം. ഷാവി 2012-13 സീസണിൽ 1299 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ജിന്നാണ് ഷാവി ഹെർണാണ്ടസ്. പക്ഷേ വിറ്റീനിയ അസാധ്യ പെർഫോമൻസാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഫാബിയൻ റൂയിസ് ആണെങ്കിലും ജോവനോസ് ആണെങ്കിലും അവരുടെ അൺലിമിറ്റഡ് വർക്ക് റേറ്റ് ഉണ്ട്. അവരുടെ ആ ഒരു പ്രസൻസ് കൂടി ഉള്ളതുകൊണ്ട് തന്നെയാണ് വിറ്റീനിയയ്ക്ക് ഇമാതിരി രീതിയിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരുപാട് ഡേർട്ടി വർക്ക്സ് ചുറ്റിൽ നിന്നിട്ട് ജോവനോസ് ആണെങ്കിലും ഫാബിയൻ റൂയിസ് ആണെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ഡെസിരി ഡുവേക്ക് ഒരു ക്ലിനിക്കൽ അല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒട്ടുക്കത്തെ ടാലൻ്റാണ് ചങ്ങായി. ബിഗ് സ്റ്റേജിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ക്ലിനിക്കലാകാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അതായത് തൻ്റെ ഈ ഒരു അറൈവൽ ഇനിയിപ്പോൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെ കൂടി അറിയിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഡെസിരി ഡുവേ എന്ന് പറയുന്ന ആ ഒരു യങ് ഫ്രഞ്ച് താരം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. വാട്ട് എ പെർഫോമൻസ്. ആരാണ് ചങ്ങായിയുടെ ഐഡല്? നെയ്മർ ജൂനിയർ. ആരാണ് ലമീൻ യമാലിൻ്റെ ഐഡല്? നെയ്മർ ജൂനിയർ. അപ്പോൾ നെയ്മർ ജൂനിയറിൻ്റെ ആ ഒരു ഫ്ലെയറും ആ ജോഗോ ബൊനീറ്റയും ഒക്കെ പ്രദർശിപ്പിക്കാൻ ഇവന്മാർക്കറിയാം. കാരണം അമ്മാതിരി ഇൻഫ്ലുവൻസാണ് നെയ്മറൊക്കെ ഈ മോഡേൺ ഡേ ബോളർമാരിൽ കൊണ്ടുവച്ചിട്ടുള്ള കാര്യം ഓർക്കുന്നുണ്ട്. അത് എളുപ്പമുള്ളൊരു സംഭവമല്ല. ശരിയാണ്, നെയ്മർ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എല്ലാം നേടിയിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷേ ഇമാതിരി ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഡുവയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ലമീൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഫ്ലെയർ വിത്ത് ബ്രേവറി, ടേക്ക് ഓണുകളാണെങ്കിലും ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളേഴ്സാണ്. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലൊക്കെ ട്രിക്കും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാണ് ഡെസിരി ഡുവേ. എന്ത് രസമായിട്ടാണ് ഹക്കീമിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഹാഫിലിൻ്റെ അടുത്ത്. ആ സെക്കൻഡ് ഹാഫിൽ വാവ്, ബസ്തോനി ഇങ്ങനെ നോക്കി നിൽക്കുക. ബസ്തോനി ആരാ? ഒരു കിഡ്ലൻ ഡിഫൻഡറാണ്. ബസ്തോനി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ട്രിക്ക് അവിടെ ഡുവേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 2 ഫിനിഷുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തേതിൽ ഡിഫ്ലക്ഷൻ ഉണ്ട്, ഡിമാർക്കോയുടെ ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിലും രണ്ടാമത്തത് പെർഫെക്റ്റ് ഫിനിഷാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോലോ മുവാനിക്ക് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഇമാതിരി ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എമി മാർട്ടിനസ് സേവ് ചെയ്തു, സോമർ അത് സേവ് ചെയ്യാൻ സാധിച്ചില്ല. ഡെസിരി ഡുവേ അവിടെ കമ്പോസർ കാഴ്ചവെക്കണതിന് ശേഷം ഷോട്ടൊരു സെലിബ്രിറ്റിയാണ്. 2 ഗോളും 1 അസിസ്റ്റുമാണ് ഡെസിരി ഡുവയുടെ പേരിലുള്ളത്. ഹിസ്റ്ററി ബുക്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്, ചരിത്ര പുസ്തകത്താഴിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ, ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഗോളുകളും അസിസ്റ്റും നെയ്തെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിരിക്കുകയാണ് ഡെസിരി ഡുവേ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ ബ്രേവറിയും ഫ്രീഡത്തോടു കൂടിയിട്ട് പ്ലേയേഴ്സ് കളിക്കുന്നത് കാണുമ്പോൾ ഇതല്ലേ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഭവം. ഡെസിരി ഡുവേ മത്സരത്തിന് ശേഷം ആ മാൻ ഓഫ് ദ മാച്ച് അവാർഡൊക്കെ അദ്ദേഹത്തിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 19-കാരൻ 20 വയസ്സാവാൻ പോവാണ്. 19-കാരൻ ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ ബിഗ് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തതിനുള്ള അംഗീകാരം. അങ്ങനെ മാർസലോടെ ഉണ്ടായിരുന്നു. മാർസലോനോട് ഡെസിരി ഡുവേ പറയാണ്, അതായത് നെയ്മറിനെ കാണുകയാണെങ്കിൽ നെയ്മറിനോടൊന്ന് പറയണം പുള്ളിക്കാരനാണ് എൻ്റെ ഐഡൽ എന്നുള്ളത്. അപ്പോൾ മാർസലോ പറയാണ്, ഞാൻ പറയാം, ഞാൻ പിന്നെ നിന്നെ ഫോളോ ചെയ്യുന്ന കാര്യം പിന്നെ നെയ്മറിനോട് പറഞ്ഞോളാം എന്നുള്ളത്. ഈ വേറെ എന്താ ചങ്ങായിക്ക് വേണ്ടത്? അപ്പോൾ അതാണ്. പിന്നെ ഉസ്മാനിക്കയെക്കുറിച്ച് ലൂയിസ് എൻറിക്കെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ആൾ ഇന്ന് ഡിഫെൻഡ് ചെയ്തതിന് മാത്രം ഞാൻ ചങ്ങായിക്ക് ബാലൻ ഡി ഓർ കൊടുക്കും എന്നുള്ളതാണ്. അത് സുന്ദരമായിട്ടുള്ള വാചകമാണ്. ഡെംബേലെ ഒരു അസിസ്റ്റേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ മത്സരത്തിൽ പക്ഷേ ആളുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഫ്ലിക്കുകളും അതേപോലെ തന്നെ ബാക്ക് ഹീൽ സാധനങ്ങളൊക്കെ ആയിട്ട് മൂവിലൊക്കെ, അതായത് ഇവന്മാരിങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. ഫാൻറ്റാസ്റ്റിക് ഡിസ്പ്ലേ ആണ് PSG കാഴ്ചവെച്ചത്. അതിൽ തന്നെ ആ 3ാമത്തെ ഗോൾ, അത് നമ്മുടെ ഡെസിരി ഡുവയുടെ ആ കില്ലർ ബ്ലോ ഉണ്ടല്ലോ, ഡെസിരി ഡുവയുടെ 2ാമത്തെ ഗോൾ, അതെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ അതിൽ വിറ്റീനിയയുടെ ഇൻഫ്ലുവൻസ് ത്രൂ ഔട്ട് കാണാൻ പറ്റും. വിറ്റീനിയ ഡിഫൻസിൽ നിന്നും ബോൾ റിസീവ് ചെയ്തിട്ട് ആൾ ഡെംബേലെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചെർബി അദ്ദേഹത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഹാഫിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡെംബേലെ മനോഹരമായിട്ട് ആ ബോൾ വിറ്റീനയ്ക്ക് കൊടുത്തുള്ള രീതി നോക്കണം. ബ്യൂട്ടിഫുൾ ബാക്ക് ഹീൽ പാസ് വിറ്റീനയ്ക്കാണ് കൊടുക്കുന്നത്. വിറ്റീന അവിടെ പാസ് ചെയ്തതിനു ശേഷം അവിടെ നിൽക്കുകയല്ല, ആ മൂവ്മെൻ്റ് ഉണ്ട്. എന്നിട്ട് വിറ്റീന അതുമായിട്ട് ക്യാരി ചെയ്ത് പോകുന്നു. അപ്പോഴേക്കും അച്ചെർബി തീർന്നു പോയല്ലോ, കാരണം അച്ചെർബി ഡെംബൂസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഉസ്മാനിക്ക് ആ ബാക്ക് ഹീലിൽ അച്ചെർബിയെ കംപ്ലീറ്റ്ലി ഗെയിമിൽ നിന്ന് എടുത്തു കളഞ്ഞു. പിന്നെ അവിടെ ആ ഡിഫൻസിൽ ഇഷ്ടംപോലെ സ്പേസായി. ഡുവയുടെ റണ്ണുണ്ട്, ഡുവയുടെ റണ്ണ് വിറ്റീനി പിക്ക് ചെയ്യുന്നു. ബസ്തോനി ഓടി നോക്കുന്നുണ്ട് ഡുവയുടെ കൂടെ, പക്ഷേ നടപടിയാകുന്നില്ല. ഡുവേ ഫിനിഷ് ചെയ്യുന്നു. നമുക്ക് ഈ 5 ഗോളുകളെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ 2 ഗോളിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ സംസാരിച്ചു. വരട്സ്കിയുടെ ഗോളിനെ കുറിച്ച് സംസാരിക്കണം, ബാർക്കോൾ അടിക്കാത്ത ഗോളുകളെ കുറിച്ച് സംസാരിക്കണം. പിന്നെ
ആ ഒരു യങ് മയൂല് വന്നിട്ടും ചെങ്ങായി ഗോൾ അടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ജയറമരിക്ക് മിനിറ്റ്സ് കൊടുത്തു, ഗോൺസാലോ റാമോസിന് മിനിറ്റ്സ് കൊടുത്തു. ഈ യങ് മയൂലു 19കാരനാണ്. അപ്പോൾ ആ 19കാരൻ വന്നിട്ടും ആ ഫ്രീഡത്തോടുകൂടി കളിക്കുന്നു, ആ ഗോൾ അടിക്കുന്നു. സോമറെ സംബന്ധിച്ചോളം നിയർ പോസ്റ്റിൽ പിന്നെ ബീറ്റ് ചെയ്യപ്പെട്ടതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരിക്കും. ആദ്യത്തെ 2 ഗോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള ഗോളുകളൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, മൊത്തം ഇന്റർ മിലാൻ പ്ലേയേഴ്സും തളർന്നു പോയിട്ടുണ്ടായിരുന്നു, തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു സീസൺ ആ രീതിയിലാണ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലും ആ രീതിയിൽ തന്നെയാണ് അവസാനിക്കുന്നത്, ഹാർട്ട് ബ്രേക്കിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അവർ നേരത്തെ തന്നെ തീരുമാനിച്ചു പോലെയാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ ഗോളോട് കൂടിയിട്ട് ഇൻ്ററിൻ്റെ കാറ്റ് കംപ്ലീറ്റ് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഊരിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു PSG. അപ്പോൾ അവരെ ഈ മയൂലു എന്ന് പറയുന്ന ചങ്ങായി ഗോളടിച്ചുള്ള സെലിബ്രേഷൻ കാണാൻ ഭയങ്കര രസമായിരുന്നു. അതാണ് ആ 19കാരന് ആ ബിഗ് സ്റ്റേജിൽ ഗോളടിക്കാനുള്ള അവസരം, ആ ഫ്രീഡം, അതാണ് ലൂച്ചോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ലൂച്ചോയുടെ പെർഫെക്റ്റ് ടീമാണ്. PSG പുതിയ പ്രൊജക്റ്റാണ്. അവരിനിയും പൈസ സ്പെൻഡ് ചെയ്യും. വരട്സ്കേലിയൊക്കെ അവർ ജാനുവരിയിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വാട്ട് എ സൈനിങ്. വരട്സ്കേലിയുടെ കാര്യം വെച്ചൊക്കെ ശരിയായ ടൈറ്റിലുണ്ട് ഈ സീസണിൽ. ട്രിബിൾ PSG കൂടെ അടിച്ചിട്ടുണ്ട്. വാട്ട് എ സീസൺ, വാട്ട് എ സീസൺ. അപ്പോൾ അതൊക്കെയാണ്. ഇനി വേറെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ബാക്കിയുള്ളവരുടെ ഇൻഫ്ലുവൻസ്, ഇപ്പോൾ ന്യൂനോ മെൻഡസിൻ്റെ ഇൻഫ്ലുവൻസിനോട് സംസാരിക്കണം. നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മത്സരത്തിലെ ചില പ്രധാനപ്പെട്ട മൊമെൻറ്റ്സുകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാം. ടാക്റ്റിക്കലി എങ്ങനെയാണ് പരിപ്പിളക്കിയെന്ന് വെച്ചാൽ അത് എളുപ്പമാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അവരുടെ പ്രസ്സിന് മുമ്പിൽ ഇന്റർ മിലാൻ ഇടങ്ങറായി, അവരുടെ എക്സ്ട്രാ എനർജിക്ക് മുമ്പിൽ. ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ കളിച്ചതിൻ്റെ ഒരു 10% എഫേർട്ട് പോലും ഈ മത്സരം ഇടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ലാക്ക് ഓഫ് എഫേർട്ടാണോ അതോ കംപ്ലീറ്റ്ലി അവരെ പിന്നെ ഫറ്റീഗ് അല്ലെങ്കിൽ ആ ഒരു തളർച്ച അവരെ കാർന്നു നിന്നിട്ടുണ്ടായിരുന്നോ, അതോ PSG ആ ഒരു പ്രസ്സിന് മുമ്പിൽ ഒരു ശ്വാസം മുട്ടിപ്പോയതാണോ എന്നുള്ളതൊക്കെ. ഡിമാർക്കൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഫസ്റ്റ് ഗോളും രണ്ടാമത്തെ ഗോളൊക്കെ വീഴുമ്പോൾ, രണ്ടാമത്തെ ഗോൾ ഡിഫ്ലക്ഷനാണ്, അൺലക്കിയാണ്. പക്ഷേ സ്റ്റിൽ ആ രണ്ടാമത്തെ ഗോളിലുള്ള പാച്ചോയുടെ ആ ഒരു ബോൾ വിൻ ചെയ്തിട്ടുള്ള രീതി, കോർണർ പോകേണ്ട സാധനമാണ്, അത് തടഞ്ഞത്, ആ അഗ്രഷൻ. അപ്പോൾ ഇന്റർ മിലാൻ്റെ 10 പേരോടെ ഉണ്ടായിരുന്നു. ആ സെറ്റ് പീസ് അറ്റാക്ക് ചെയ്യാനായിട്ട് പോയതാണ്, ഒരു ത്രോയിൻ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയതാണ്. പക്ഷേ അത് പിന്നെ സ്വിഫ്റ്റ് കൗണ്ടർ അറ്റാക്കിലൂടെ ഡെംബേലയുടെ പാസ് വാസ് ഫാന്റാസ്റ്റിക് പാസ്. ഡെംബേലയ്ക്ക് 2 അസിസ്റ്റ് ഉണ്ട്, 2 അസിസ്റ്റ്. അതിനും ഡെംബേല തന്നെയാണല്ലോ അസിസ്റ്റ്. വാവ് മാൻ, സ്വിഫ്റ്റ് കൗണ്ടർ അറ്റാക്ക്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്ന സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇന്റർ മിലാൻ പരാജയപ്പെട്ടതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ ലൂച്ചോ ജയിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഡെംബേലെ ടൈറ്റിൽ അടിച്ചതിലൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ PSG ടൈറ്റിൽ അടിച്ചതിൽ തന്നെ പിന്നെ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവർ ഈ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ അവർ സ്പെൻഡ് ചെയ്തതിനൊക്കെ ഒരു അർത്ഥം വന്നിരിക്കുകയാണ് ലൂച്ചോയുടെ കീഴിൽ എന്നുള്ളതാണ്. പിന്നെന്താ, എംബാപ്പെ എന്താണ് ചിന്തിക്കുന്നത് അറിയില്ല. ഇതൊരു ഇൻസ്പിറേഷനായിട്ട് അടുത്ത സീസണിൽ തന്നെ ആ ചാമ്പ്യൻസ് ലീഗ് റയൽ മാഡ്രിഡിന് ഡെലിവറി ചെയ്യാൻ അതിന് സാധിക്കുമോ? കണ്ടിരുന്ന തരത്തിൽ സംഭവമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പക്ഷേ സത്യത്തിൽ നമുക്ക് എന്തായാലും ലൂച്ചോ ഒരു സ്പെഷ്യൽ മാനാണ്, ഒരു സ്പെഷ്യൽ മാനേജറാണ്. ഗുഡ് ബൈ.